Hello guys, welcome back to my YouTube channel. ഞാൻ G3 TV channel എന്താ പറയാ? Welcome back to Hello guys, welcome back to my YouTube channel. Okay. കഴിഞ്ഞ Hello guys, welcome back to my YouTube channel. സോ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഷൂട്ടിന് വന്നിരിക്കുകയാണ്. സോ ഗായ്സ് ഫോട്ടോഷൂട്ട് അങ്ങനെ സക്സസ് ആയി. ഇപ്പം ഇത് പ്ലാൻഡ് ആയിരുന്നു ഈ ഫോട്ടോഷൂട്ട് എന്ന് ചോദിച്ചാൽ സിത്താര പറയാം. ഇത് ചെറുതായിട്ടൊരു പ്ലാൻ ആയിരുന്നു. സോ അവർ കഥാനായിക സോ കഥാനായികയുടെ ബർത്ത്ഡേ ആണ് നവംബറില്. സോ കഥാനായികക്ക് എന്താ സാരി ഇട്ടൊരു ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നാളായി അത് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു ഇംഗ്ലീഷ് മലയാളം മതി. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ കഥാനായികക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല കമ്മലൊക്കെ ഇടിപ്പിച്ച് ഒരു ഷൂട്ട് ചെയ്ത് കൊടുക്കാം. സോ കഥാനായികയുടെ അച്ചേർ നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. കഥാനായിക സെറ്റേർ. സോ കഥാനായികയുടെ കമ്മൽ സോ ആക്ച്വലി ദിസ് ഈസ് അവർ ഗിഫ്റ്റ്. ഈ സാരി, ഈ ബ്ലൗസ്, ഈ കമ്മലല്ല നമ്മൾ നിനക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആക്ച്വലി ഇത് നിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്, എന്റേതല്ല. ഞാൻ ഇത് കഥാനായികൊക്കെ കൊടുക്കുന്നത് എന്റെ സാധനം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഉള്ളത് അമ്മ സത്യം എന്തായാലും സാരി ഇട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് ഒരു ദിവസം ഗായത്രിന്റെ ഏതെങ്കിലും സാരി ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നീ ഇങ്ങനെ കൊണ്ടുപോവാ. എന്നിട്ട് നമ്മൾ അന്ന് ഗിഫ്റ്റ് കൊടുക്കാം. ഇതുവരെ പ്ലാനെ അന്ന് നമ്മൾ എന്നിട്ട് സാരിയും ഇതുപോലെ കൊടുത്ത് ഇവളെ നമ്മൾ കൊടുത്ത സാരിയിൽ ഉടുപ്പിക്കാം. എന്നിട്ട് അന്ന് ഫോട്ടോ എടുക്കാം. അത് ഡേറ്റ് ഇനിയും ഫിക്സ് ആക്കിയിട്ടില്ല, ഇതപ്പ ചെയ്യണ്ടേ. ഹാപ്പി ആയോ? ഇത് നിനക്ക് വേണ്ടി മേടിച്ച ബ്ലൗസ്, സാരി, കമ്മലാണ്. നിനക്ക് സ്വന്തം അല്ല, നിനക്ക് സാരി ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇവള് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് മീഷോ നല്ലൊരു സാരി സെറ്റാക്കി, ബ്ലൗസ് സെറ്റാക്കി, കമ്മൽ സെറ്റ്. അത് വേറെ എന്താ പറയണ്ടേ. നേരത്തെ ഞാൻ വിചാരിച്ച പൊളിഞ്ഞത്, കാരണം അമ്മ താഴെന്ന് സാരിയുടെ അപ്പുറത്ത് പോയാൽ അലമ്പാവെന്ന് പറഞ്ഞു. അമ്മ എങ്ങനെ സാരി ഷൂട്ട് ചെയ്യുന്നതിൽ അറിഞ്ഞതല്ല ഇവള് ചിന്തിക്കുന്നു വിചാരിച്ചു. സോ ആക്ച്വലി ദിസ് ഇസ് യുവർ പ്രോപ്പർട്ടി. അങ്ങനെ ആദ്യമായിട്ട് സർപ്രൈസ് ആയി. ഇവളിങ്ങനെ നല്ല ശരിക്കും അല്ലേ, ഇവളെ ഒറിജിനൽ ലുക്ക് അറിയുന്നവർക്ക് അറിയാവോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവളെ മേക്ക് ഓവർ ചെയ്ത് അല്ലെ, ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു കമ്മല് വഴി. ഞാൻ നേരത്തെ ചോദിച്ചിട്ട് അപ്പോൾ ഇതുപോലത്തെ അക്ഷരൊക്കെ ഇടാൻ നോക്കാം. ഉള്ളതാണ് ഇതെന്തൊരു ഇത് കണ്ട ആൾക്കാർ അന്നത്തെ പോലെ സർപ്രൈസ് നിങ്ങൾ ശരിക്കും അത് അഭിനയിച്ച ആളോ തോന്നിട്ടില്ല. എനിക്ക് വേണ്ടിട്ട് മേടിച്ചത് അങ്ങനെ തോന്നില്ല. ഞാൻ ശരിക്കും നിന്റെ വിചാരിച്ചത് അല്ല. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് എല്ലാം G3 TV സെലക്ട് ചെയ്ത സാധനങ്ങൾ നല്ലുണ്ട്. സെലക്ഷൻ ഒന്നുമില്ല, പക്ഷെ എല്ലാം നല്ലുണ്ട്. സോ ഇതിന്റെ ബാക്കില് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ കാണാം അല്ലേ? അത് ഇതിന്റെ മുന്നേ എവിടെയെങ്കിലും ആയിട്ട് കാണാം. സോ ഹാപ്പി ആയോ? ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ബൈ. എന്റെ വീഡിയോയാ സൺസ്ക്രീൻ ഇടുകയാണല്ലേ? ഗായത്രിയുടെ ഫേവറേറ്റ് ചോയ്സിന്റെ സൺസ്ക്രീൻ ആണ്. ഇതിങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇത് അതിന്റെ മുകളിലിടേണ്ടത് wait for a minute, 10 to 5 minutes. This is how G3 TV ഇടാ. കണ്ണടക്കണ്ടു. പിന്നെ മൊത്തം മുഖത്തേക്ക് കണ്ണിനാവൂലേ? കണ്ണിനായെന്താ, കണ്ണിനല്ല നീ ഇട്ടൊക്കെയാ സെറ്റ് ആവണ്ടേ. ഓരോ ഇതിന് നെട്ടുന്നുണ്ട്, നെട്ടിത്തരിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഇത്ര പിടിച്ചിട്ട് അടക്കി കണ്ണിന്. നമ്മൾ ആന്റിക്ക് പിടിക്കുന്നു. അല്ല നിനക്ക് പിടിച്ചോ? തോന്നിട്ട സത്യം
എന്താ ഗൈസ് പരിപാടി പറയൂ. ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഗായത്രിന്റെ വീട്ടമ്മേന്റെ വീടാണ്. അപ്പം ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിപാടി. ഹായ് ഹായ് ഗായ്സ്. സോ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പൂ വെച്ചു കൊടുക്കുന്ന പോലെയെല്ലാം പൂശി കുറച്ച് തുഷാര കുറച്ചുകൂടി സൈഡ് എന്നിട്ട് കുറച്ചൊരു ഇതില് അങ്ങനെ അടുത്ത് പോണ്ട, കുറച്ചൊരു സിത്താര സെറ്റാണ്. തുഷാര കുറച്ചുകൂടി മേക്കപ്പ് ആക്കാം. സോ നമ്മളെ ഫോട്ടോഷൂട്ട് സക്സസ് ആയ നിങ്ങളാ പറയണ്ടേ. ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഗായത്രിയുടെ ഫോട്ടോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇല്ല, പക്ഷെ അത് നമ്മ ഒരു വേറെ ഒരു ദിവസം സെറ്റ് ആക്കുന്നതാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇല്ല പറഞ്ഞോ, കാരണം എന്റെ പിറന്നാളായിട്ടില്ല. പക്ഷെ നവംബർ 24 കേക്ക് മുറി അങ്ങനെ നവംബർ 24 എന്തായാലും നീ വരും, എന്തായാലും നമ്മൾ ഇതുണ്ടാവും എനിക്കറിയാം. ഇന്ന് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് പിന്നെ ഓളെ എന്നോട് കുറെ ആയില്ലേ ഫോട്ടോ എടുക്കാൻ. കാറ്റ് പറഞ്ഞു നമുക്ക് ആ ഫോട്ടോ നല്ല മുടി ഇങ്ങനെ ഇട്ടിട്ടല്ലേ ആകെ മാറി. പറഞ്ഞു ഫോട്ടോ എടുക്കാൻ ഗായത്രി വാന്ന് പറഞ്ഞിനി. അങ്ങനെ വന്നു. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങൾക്ക് അത്ര വലിയ സെൻസ് അതൊന്നും ഇല്ല. അങ്ങനെയല്ല, ഐ മീൻ ഫാഷൻ സെൻസ് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ വലിയ ഇങ്ങനത്തെ കമ്മലൊന്നും ഇടില്ല. പക്ഷെ എനിക്ക് ഇടണം ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് പക്ഷേ അത്ര വലിയ സെലക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഇവിടെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ചുരിദാർ എടുത്താലോ എന്നാണ് പറഞ്ഞത് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഇവള് പറഞ്ഞു വേണ്ട, ഗായത്രിയുടെ അടുത്ത് കുപ്പായം ഉണ്ടാവും, ഓള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറെ കുപ്പായം മേടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിലേതൊക്കെ ഇടാം അതെല്ലാം പറ്റി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സൈസ് എനിക്ക് ശരിയാവും അങ്ങനെ എന്തെല്ലോ പറ്റാതെ വന്നത്. ഇവിടെ വന്നിട്ടാകുമ്പോ സാരി ഉടുക്കാൻ തന്നെ പ്ലാൻ ആക്കി. അങ്ങനെ ഇത് ഞാൻ എന്റെ സാരി നിനക്ക് തന്നു. അതൊരു ഫ്രണ്ടിന് കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും അങ്ങനത്തെ ഒരു രീതി ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് സാരി ഉടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി. സാരി നല്ലോണം ഇഷ്ടമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ട് ലാസ്റ്റ് ആണ് അറിയുന്നത് ഇങ്ങനെ. ഒട്ടും പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയി. സോ വെറുതെ ഒരു ആനച്ചന്തത്തിന് എല്ലാരും കൂടി സാരി ഇട്ടതാണ്. സോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ.